വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മളിന്ന് 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വെബ് ടെക്നോളജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വിക്ടേഴ്സ് ചാനലിൽ ഇപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ 1ാമത്തെ ഒരു ക്ലാസ് കഴിഞ്ഞു. നിങ്ങളത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് പ്രോഗ്രാമിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂൾസാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മളെ ഡെയിലി ലൈഫിൽ തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ, അതും അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ് കാണാൻ വരെ നമ്മൾ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻ്റർനെറ്റിനല്ലേ. അപ്പോൾ ഒരുവിധം എല്ലാ മേഖലകളിലും ഇപ്പോൾ ഈ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമായത്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പ്രാക്ടിക്കൽ സൈഡ് നമ്മളിപ്പോൾ നോക്കുന്നില്ല, തിയറി മാത്രമേ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ചാപ്റ്റർ വെബ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്ററാണ്. ഇതിനെ നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാം. 1ാമത്തെ ഭാഗം ഈ പറഞ്ഞ പോലെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ലാംഗ്വേജസിനെ കുറിച്ചാണ്. 2ാമത്തെ ഭാഗം അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതലായി ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഈ HTML കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ് ഇതിൻ്റെ 2ാം ഭാഗത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഭാഗം മാത്രമേ ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇപ്പോൾ വിക്ടേഴ്സിൽ എടുത്തു കഴിഞ്ഞത്. അത്രയും ഭാഗം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ഈ പറഞ്ഞ പോലെ എല്ലാ ആപ്ലിക്കേഷൻസും ഇപ്പോൾ എന്താണ്, വെബ് ബേസ്ഡ് ആണെന്നുള്ളത് അല്ലേ. വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് C++. C++ ഒരു വെബ് ബേസ്ഡ് ലാംഗ്വേജ് അല്ല. C++ വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാം, പക്ഷെ അത് ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ വെബ് ബേസ്ഡ് അല്ല. അപ്പോൾ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ഏതാണ് ഉപയോഗിക്കുക? ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അതിനു മുമ്പ് ഫസ്റ്റ് നമുക്ക് ഒരു വെബ് പേജ് എന്താണ് എന്നുള്ളത് നോക്കാം. വെബ് പേജ് എന്നുള്ള ടേം നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും അതുപോലെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സിലായിട്ട് വെബ് പേജിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. വെബ് പേജ് എന്താണ്? എ വെബ് പേജ് ഈസ് എ പേജ് വിച്ച് ക്യാൻ കണ്ടെയ്ൻ എനി ഫോം ഓഫ് ഡാറ്റ, മീൻസ് ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ എക്സെട്ര. അതായത് ഡാറ്റ പല ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മീഡിയ. ഈ മീഡിയയുടെ അല്ലെങ്കിൽ ഡാറ്റയുടെ എല്ലാ ഫോംസും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പേജിനെയാണ് എന്ത് പറയുക? വെബ് പേജ് എന്ന് പറയാം. ഈ വെബ് പേജസ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത് ഏതിലൂടെയാണ്? അതിനായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ബ്രൗസർ, വെബ് ബ്രൗസർ അല്ലെങ്കിൽ ബ്രൗസർ എന്ന് പറയും. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെബ് പേജസ് വ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെബ് പേജസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ലെവലിലുള്ള ലാംഗ്വേജാണ് HTML എന്ന് പറയുന്നത്. HTML ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ ഇത് ഇൻ്റർനെറ്റിലുള്ള എല്ലാ പേജസും എന്താണ്? വെബ് പേജസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ് പേജസ് ഡെവലപ്പ് ചെയ്യുന്ന ഈ ലാംഗ്വേജിനെ നമ്മളെങ്ങനെ വിളിക്കും? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഇൻ്റർനെറ്റ്. സോ HTML ഈസ് ഓൾസോ നോൺ ആസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഇൻ്റർനെറ്റ്. ഇനി വെബ് പേജസിൻ്റെ ഒരു കളക്ഷൻ വരുമ്പോഴാണ് ഒരു വെബ്സൈറ്റായി മാറുക. എ കളക്ഷൻ ഓഫ് വെബ് പേജസ് ഈസ് നോൺ ആസ് വെബ്സൈറ്റ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പ്രോട്ടോക്കോളാണ് നോക്കാനുള്ളത്. പ്രോട്ടോക്കോൾ എന്ന ടേമൊക്കെ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമുക്കറിയാം, ഒരു സമയത്ത് കുറേ ഡിവൈസസ് ഒന്നിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ എല്ലാ ഡിവൈസസും തമ്മിൽ സ്മൂത്തായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവ തമ്മിൽ
ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എല്ലാ ഡിവൈസസിനും മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ഫോർമാറ്റിലേക്ക് വരണം എല്ലാവരും. അങ്ങനെ ആകുമ്പോഴേ ക്ലിയർ ആവുള്ളൂ, അണ്ടർസ്റ്റാൻഡബിൾ ആവുള്ളൂ. ഒരാൾ അയക്കുന്ന മെസ്സേജ് വേറൊരാൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് regulations are known as protocol. Okay, protocol is defined as the set of rules and regulations which are applicable for a network, a communication network. അതിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം കുറേ പ്രോട്ടോകോൾസ് പഠിച്ചതാണ്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോക്കോളാണ് ഇത് TCP/IP എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ് ഓർമ്മ ഉണ്ടോ? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇത് ആക്ച്വലി ഒരു പ്രോട്ടോക്കോൾ അല്ല, 2 പ്രോട്ടോകോൾസ് കൂടി ചേർന്നിട്ടുള്ള പ്രോട്ടോക്കോളാണ് TCP/IP അല്ലെങ്കിൽ TCP/IP എന്ന് പറയും. ഈ പ്രോട്ടോക്കോളാണ് ശരിക്കും എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെയും ബേസിസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടോക്കോൾ വഴിയാണ് നമുക്ക് എല്ലാ കമ്മ്യൂണിക്കേഷനും പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ TCP എന്ന് പറയുന്ന പ്രോട്ടോക്കോളും അതുപോലെ തന്നെ IP എന്ന് പറയുന്ന 2 പ്രോട്ടോക്കോൾസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഈ 2 പ്രോട്ടോക്കോൾസും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സെൻഡറും ഒരു റിസീവറും അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് ഉണ്ട്. സെൻഡർ ഒരു മെസ്സേജ് അയക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ അയക്കുന്ന മെസ്സേജ് അതേപോലെ തന്നെ അല്ല റിസീവറിലേക്ക് എത്തുക. ദ മെസ്സേജ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോൾ പാക്കറ്റ്സ്. നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ ഡാറ്റ പാക്കറ്റ്സ് ആക്കിയിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, മുറിക്കും, കഷ്ണങ്ങളാക്കും. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് TCP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. അപ്പോൾ അതിൽ നോക്കി നോക്കുക, ആ സ്റ്റെപ്പ് 1 കാണിച്ചിട്ടുണ്ട്. ദ TCP പ്രോട്ടോക്കോൾ ബ്രേക്സ് ദ ഡാറ്റ ഇൻ ടു പാക്കറ്റ്സ്. ഓക്കെ, സ്റ്റെപ്പ് 1 നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി പാക്കറ്റ്സ് ആക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെ ഈ സെൻഡറിൻ്റെ റിസീവറിൻ്റെ ഇടയ്ക്കുള്ള ഈ പാത്ത് കണ്ടില്ലേ, ഇവിടെ കുറേ ഡിവൈസസ് ഉണ്ട്. ഇന്ന് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചാണ് റൂട്ടർ ഈസ് എ ഡിവൈസ്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. അപ്പോൾ ഈ റൂട്ടർ എന്താ ചെയ്യുന്നത്? റൂട്ടർ ഈസ് ടേക്കിംഗ് ഈച്ച് ആൻഡ് എവറി പാക്കറ്റ്. ഈ ബ്രേക്ക് ഡൗൺ ചെയ്ത പാക്കറ്റ്സ് ഓരോന്നോരോന്നായിട്ട് എടുക്കും, എന്നിട്ട് ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കും. അപ്പോൾ അത് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണ് അത് ഫൈൻഡ് ചെയ്യുക. പല റൂട്ടേഴ്സ് ഉണ്ടാവും, ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിൽ എത്തിക്കാൻ പറ്റുന്ന റൂട്ടേഴ്സിലേക്കാണ് ഇത് ഒരു റൂട്ടർ മറ്റൊരു റൂട്ടറിലേക്ക് കൊടുക്കുക. അങ്ങനെ റൂട്ടർ ടു റൂട്ടർ ഈ പാക്കറ്റ്സ് അങ്ങനെ സെൻഡ് ചെയ്ത് അവസാനം എവിടെ എത്തും? ഡെസ്റ്റിനേഷനിലെത്തും, അല്ലെങ്കിൽ ഈ റെസിപ്പിയൻറ്റിലെത്തും. ഈ റെസിപ്പിയൻറ്റിലെത്തുമ്പോൾ ഈ ഡാറ്റ പാക്കറ്റ്സിനൊക്കെ വീണ്ടും എന്ത് ചെയ്യണം? റീഅസംബിൾ ചെയ്യണം. റീഅസംബിൾ ചെയ്യാന്ന് വെച്ചാൽ അതിനെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ അതും ചെയ്യുന്നത് ഈ TCP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. ഓക്കെ, അപ്പോൾ TCP പ്രോട്ടോക്കോളിന് 2 ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ ദ ഡാറ്റ ഇൻ ടു പാക്കറ്റ്സ് അറ്റ് ദ സെൻറ്റർ എൻഡ്. സെൻറ്റർ സൈഡിൽ ഡാറ്റ പാക്കറ്റ്സ് ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. റിസീവർ എൻഡിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റീഅസംബ്ലിംഗ് ദ പാക്കറ്റ്സ് ഇൻ ടു ദ ഒറിജിനൽ മെസ്സേജ്. റീഅസംബിൾ ചെയ്ത് ഒറിജിനൽ മെസ്സേജ് ആക്കി മാറ്റുന്നു. ഇനി IP എന്ന് പറയുന്ന 2ാമത്തെ പ്രോട്ടോക്കോൾ ഉണ്ട്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഈ പ്രോട്ടോക്കോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് ദ പാക്കറ്റ്സ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. ഈ ഓരോരോ റൂട്ടറിലൂടെ ആയിട്ട് ഇത് ഈ ഇങ്ങനെ അവിടെ എത്തിക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? IP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിനുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് ദ പാക്കറ്റ്സ് ത്രൂ ഡിഫറെൻറ്റ് റൂട്ടേഴ്സ് ടു ദ ഡെസ്റ്റിനേഷൻ ഓർ ദ റെസിപ്പിയൻറ്റ്. ഇതാണ് TCP/IP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ പ്രോട്ടോക്കോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോക്കോൾ. ഈ പ്രോട്ടോക്കോൾ ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനും പോസിബിൾ അല്ല. ഇനി നമ്മൾ പഠിച്ച മറ്റ് പ്രോട്ടോക്കോൾസ് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? HTTP, FTP, SMTP, POP, അങ്ങനെ കുറേ പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഈ പ്രോട്ടോക്കോൾസൊക്കെ TCP/IP പ്രോട്ടോക്കോളിൻ്റെ താഴെ വരുന്ന സബ് പ്രോട്ടോക്കോൾസാണ്. മെയിൻ പ്രോട്ടോക്കോൾ ഏതാണ്? TCP/IP ആണ്. അതിൻ്റെ താഴെ വരുന്ന പ്രോട്ടോക്കോൾസാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏതൊരു മെസ്സേജും നിങ്ങൾ ഏത് പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നതാവട്ടെ അതിനെ ഫൈനലി ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ IP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ TCP/IP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് IP ആണ് കേട്ടോ, TCP അല്ല. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ IP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ് ശരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ബേസിസ്. അപ്പോൾ നമ്മൾ ഏത് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചാലും ഫൈനലി ആ പ്രോട്ടോക്കോൾ ഏതിലേക്ക് കൺവേർട്ടഡ് ആവും? IP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിലേക്ക് കൺവേർട്ടഡ് ആവും. അപ്പോൾ ഇമെയിൽ അയക്കുന്ന പ്രോട്ടോക്കോളാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയും. ഈ പ്രോട്ടോക്കോൾ ഇമെയിൽ അയക്കുന്ന സമയത്ത് ഈ പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുക. എന്നാലും മെസ്സേജ്
എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ റിസീവറിൽ എത്തുന്നതോടുകൂടി അത് ഏതിലേക്ക് മാറിയിട്ടുണ്ടാവും, ഈ പറയുന്ന IP പ്രോട്ടോക്കോളിലേക്ക് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഏതൊരു കമ്മ്യൂണിക്കേഷനും IP പ്രോട്ടോക്കോൾ വഴിയാണ് നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് എന്ന് പറയും. അതായത് ഇൻ്റർനെറ്റിൽ നമ്മൾ ചെയ്യുന്ന പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അല്ലേ. നിങ്ങൾ ഇമെയിൽ ചെക്ക് ചെയ്യാറുണ്ട്, ബാങ്കിങ് ചെയ്യാറുണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാറുണ്ട്, അതുപോലെ ജസ്റ്റ് ചാറ്റ് ചെയ്യാറുണ്ട്, പിന്നെ മൂവീസ് വാച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ പല 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 കാര്യങ്ങളും നമ്മൾ ഇൻ്റർനെറ്റിൽ ചെയ്യാറുണ്ട്. ഈ എല്ലാ ഇതും കൂടി നമ്മളൊരു 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 2 ടൈപ്പ്? ദ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് ഓർ ദ ഇൻ്റർനെറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. അതാണ് ഒന്നാമത്തെ ടൈപ്പ്, ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ ടൈപ്പാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് സെർവർ ടെക്നോളജിയൊക്കെ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എടുത്താൽ അതിൽ സെർവേഴ്സ് ഉണ്ടാവും, ക്ലയൻസ് ഉണ്ടാവും. സെർവർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പവർഫുൾ മെഷീൻ വിച്ച് പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ടു ദ അതർ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക്. അതായത് നെറ്റ്വർക്കിൽ മറ്റ് കമ്പ്യൂട്ടേഴ്സിന് വിവിധ തരം സേവനങ്ങൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പ്യൂട്ടറാണ് ഇത് സെർവർ. ഒരു സെർവർ ആണെന്നില്ല, വലിയ നെറ്റ്വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ സെർവേഴ്സ് ഉണ്ടാവും. ഈ സെർവറിനേക്കാളും അധികം ആയിരിക്കും ഏത് ക്ലയൻസിനാണ് എപ്പോഴും ആവശ്യം. അപ്പോൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് സെർവറിലേക്ക് അയക്കുന്നു, എനിക്ക് ഇന്ന ഫയൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി ആവശ്യമുണ്ട്, പ്രിൻ്റ് ചെയ്യണം, അങ്ങനെ ഓരോ റിക്വസ്റ്റുകൾ സെർവറിലേക്ക് അയക്കുന്നു. സെർവർ എന്ത് ചെയ്യുന്നു, ആ എന്ത് റിക്വസ്റ്റാണ് അയച്ചു വെച്ചാൽ അതിനുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡ് പറഞ്ഞാൽ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്യൽ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യൽ, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിങ് ചെയ്യൽ, ഇതൊക്കെ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ കാറ്റഗറിയിലാണ് വരിക. അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു സർവീസ് നമുക്ക് ലഭിക്കുന്നതൊക്കെ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, അവിടെ എന്താ, നമ്മളാണ് ക്ലയൻറ്റ്, നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന കമ്പ്യൂട്ടറാണ് സെർവർ. ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ, ജിമെയിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിളാണ് സെർവർ. ഫേസ്ബുക്കാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ സെർവർ. അങ്ങനെ ഏതാണ് വെബ്സൈറ്റ് ഏതിൻ്റെ ഇതിനാണോ, അല്ലെങ്കിൽ വെബ് സെർവർ ഏതിലാണോ, ഏത് കമ്പനിയുടെ ആണോ അവരാണ് സെർവർ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഒരു ക്ലയൻറ്റും സെർവറും തമ്മിലല്ല, 2 സെർവേഴ്സ് തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ. അതാണ് വ്യത്യാസം. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന 2 പാർട്ടീസും ആരാണ്, സെർവേഴ്സാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം, അത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏത് കമ്മ്യൂണിക്കേഷൻ ആവട്ടെ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് ഓതൻറ്റിക്കേഷൻ എന്ന് പറയും, രണ്ടാമത്തത് സെക്യൂരിറ്റി എന്ന് പറയും. ഓതൻറ്റിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് എ കമ്പ്യൂട്ടർ ഓർ എ സെർവർ. അതായത് നമ്മൾ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ മെസ്സേജ് അയക്കുന്നത് ആ കമ്പ്യൂട്ടർ നമ്മൾ ഉദ്ദേശിച്ച കമ്പ്യൂട്ടർ തന്നെ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക, അതിനാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുക. ഓർ ഐഡൻറ്റിഫൈങ് ദ കമ്പ്യൂട്ടർ ടു വിച്ച് വി ആർ ഗോയിങ് ടു കമ്മ്യൂണിക്കേറ്റ്, വെദർ ഇറ്റ് ഈസ് ദ വൺ ദാറ്റ് ഇറ്റ് ക്ലെയിംസ് ടു ബി. നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മൾ ആരിലേക്കാണോ കണക്ട് ചെയ്യുന്നത് ആ കമ്പ്യൂട്ടർ തന്നെയാണോ നമ്മുടെ മുമ്പിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ സൈഡിലുള്ളത് എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്നതിനാണ് എന്ത് പറയുക, ഓതൻറ്റിക്കേഷൻ എന്ന് പറയാം. ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത് എന്തിനാണ്, ഇപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറില്ലേ, അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കാണാറില്ലേ ഹാക്കിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു സെർവർ അല്ല നമ്മളുടെ അപ്പുറത്തെ സൈഡിൽ അതർ എൻഡിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ഇൻഫർമേഷനും സെക്യൂർഡായ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യലായ എല്ലാ ഇൻഫർമേഷനും അവർക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് അവർ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഓതൻറ്റിക്കേഷൻ നിർബന്ധമാണ്. നമ്മൾ കറക്റ്റായ സെർവറിലേക്ക് തന്നെയാണോ കണക്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജും സുരക്ഷിതമായിട്ട് അവിടെ എത്തുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. സെക്യൂരിറ്റി പ്രിവെൻറ്റ്സ് ലോസ് ഓഫ് ഡാറ്റ. അപ്പോൾ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന മെസ്സേജിന് എന്ത് സംഭവിക്കും, ലോസ്, ദ മെസ്സേജ് വിൽ ബി ലോസ്റ്റ്. അതായത് അത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കണം എന്നില്ല. അപ്പോൾ ഏതൊരു കമ്മ്യൂണിക്കേഷനിൽ 2 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്,
ഒന്ന് ഓതൻറ്റിക്കേഷൻ എന്ന് പറയും, രണ്ടാമത്തത് സെക്യൂരിറ്റി എന്ന് പറയും. ഇനി നമുക്ക് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം, ആദ്യത്തെ ടൈപ്പ്. അപ്പോൾ അതിലെന്താണ് ആദ്യം പറയുന്നത്? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഓതൻറ്റിക്കേഷൻ ബട്ട് സർട്ടൺ അപ്ലിക്കേഷൻസ് ലൈക്ക് ഇമെയിൽ, ഇ ബാങ്കിങ് എക്സെട്ര റിക്വയർസ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. അപ്പോൾ എല്ലാ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനിലും ഓതൻറ്റിക്കേഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു, അവിടെ നിന്ന് നമുക്ക് സെക്യൂരിറ്റി ആവശ്യമില്ലല്ലോ, അപ്പോൾ അവിടെ ഓതൻറ്റിക്കേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഇമെയിൽ ചെക്ക് ചെയ്യാൻ പോവാണ്, അപ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്ത് കൊടുക്കണം? ഈ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ബാങ്കിങ് നിങ്ങൾ ചെയ്യാൻ പോവാണ്, അപ്പോഴും നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് വേണം? യൂസർ നെയിമും പാസ്വേഡും നിർബന്ധമാണ്. അപ്പോൾ ആ കേസിൽ ഓതൻറ്റിക്കേഷൻ ആവശ്യമാണ്. ഓക്കെ. ഇനി സാധാരണ കേസിൽ ഇത് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇ ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഇമെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സെക്യൂർഡ് മാനറിലാണ് ചെയ്യുക. സെക്യൂർഡ് മാനർ എന്ന് വെച്ചാൽ സുരക്ഷിതമായ രീതിയിലാണ് ചെയ്യുക. ഇനി ഒരു ഹാക്കർ ഇതിൻ്റെ ഇടയ്ക്ക് വന്നാലും അയാൾക്കിത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റരുത്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റരുത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോളിൻ്റെ പേരാണ് HTTPS എന്ന് പറയും, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ. അതായത് നോർമൽ HTTP പ്രോട്ടോക്കോളിന് സേഫ്റ്റി ഇല്ല, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇല്ല. അപ്പോൾ അതിന് HTTP പ്രോട്ടോക്കോളിൻ്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ടൊരു ഫീച്ചറും കൂടി ആഡ് ചെയ്യാണ്, SSL എന്ന് പറയും, സെക്യൂർ സോക്കറ്റ് ലെയർ. ഈ ഒരു ഫീച്ചറും കൂടി ആഡ് ചെയ്യുന്നതോടുകൂടി ഈ പ്രോട്ടോക്കോളിൻ്റെ പേര് മാറി, എന്താണ്? HTTPS എന്നായി. അപ്പോൾ അത് കുറച്ചും കൂടി സെക്യൂർഡാണ്. ഈ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ട്രാൻസാക്ഷൻസും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സേഫായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു ഹാക്കറോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുള്ള പേടി നമുക്ക് വേണ്ട. ഓക്കെ. അപ്പോൾ ഓതൻറ്റിക്കേഷൻ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ഇനി നമുക്ക് ഈ പറയുന്ന പ്രോസസ്സ് ഒന്ന് നോക്കാം. ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കാം. ഇതിലൊരു കസ്റ്റമറും ഉണ്ട്, ഒരു സെർവറും ഉണ്ട്. ഇവിടെ കസ്റ്റമർ എന്ന് കാണിച്ചിട്ടുള്ളത് ക്ലയൻറ്റിനെയാണ്. ഓക്കെ. സെർവർ എന്ന് വെച്ചാൽ നമ്മൾ ഏത് കമ്പ്യൂട്ടർ ഏത് വെബ്സൈറ്റാണോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആ വെബ്സൈറ്റിൻ്റെ ഫയൽസ്, വെബ് പേജസ് സ്റ്റോർ ചെയ്തിട്ടുള്ള മെഷീൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ് ഇത് സെർവർ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇതവിടെ 1 കണ്ടില്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക. എന്താണ്? ബ്രൗസർ റിക്വസ്റ്റ് ടു സ്റ്റാർട്ട് എ സെക്യൂർ SSL സെഷൻ. അതായത് ബ്രൗസർ ആദ്യം തന്നെ ചെയ്യുന്നതാണ്, നമ്മളെ ബ്രൗസർ, അതായത് ക്ലയൻറ്റ് ഇരിക്കുന്ന കമ്പ്യൂട്ടറിലെ ബ്രൗസർ എന്ത് ചെയ്യുന്നു? ഒരു റിക്വസ്റ്റ് അയക്കുന്നു സെർവറിലേക്ക്. റിക്വസ്റ്റ് എന്താണ്? ഈ നമ്മളിനി തുടങ്ങാൻ പോകുന്ന സെഷൻ, അതായത് കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റും സെർവറും തുടങ്ങാൻ പോകുന്ന സെഷൻ സെക്യൂർഡ് ആയിരിക്കണം. അതിനുള്ളൊരു റിക്വസ്റ്റാണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ. സെർവറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ സെർവർ തിരിച്ച് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുക. സെർവർ ഈസ് റെസ്പോണ്ടിങ് ഓർ ഗിവിങ് എ റെസ്പോൺസ്. സെർവർ റിട്ടേൺസ് ഇറ്റ്സ് SSL സർട്ടിഫിക്കറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സെർവർ ക്ലയൻറ്റിൻ്റെ മുമ്പിൽ പ്രൂവ് ചെയ്യണം എന്ത്? ഞാൻ ജെനുവിനാണ് എന്ന്. ഈ സെർവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ എന്നുള്ളത് ആരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യണം? ഈ പറയുന്ന കസ്റ്റമർ ഓർ ക്ലയൻറ്റിന് മുമ്പിൽ പ്രൂവ് ചെയ്യണം. അതിനുള്ള സ്റ്റെപ്പാണ് ഈ പറയുന്നത്. അപ്പോൾ ഓരോ ജെനുവിനായിട്ടുള്ള സെർവേഴ്സിന് എന്തുണ്ട്? ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലൈസൻസ് ഒക്കെ ഉള്ള പോലെ ഒരു സെർവർ ജെനുവിനാണെങ്കിൽ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഈ സർട്ടിഫിക്കറ്റിനാണ് SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. ഈ SSL സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം? സെർവർ ആർക്ക് കൊടുക്കണം? ക്ലയൻറ്റിന് കൊടുക്കണം, ക്ലയൻറ്റിന് പാസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ എന്തിനാണ് പാസ് ചെയ്യുന്നത്? സെർവറിൻ്റെ ഐഡൻറ്റിറ്റി ഇവിടെ ക്ലയൻറ്റിന് മുമ്പിൽ തെളിയിക്കണം, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇഫ് വാലിഡ് ബ്രൗസർ ഇനീഷ്യേറ്റ്സ് ആൻ എൻക്രിപ്റ്റഡ് സെഷൻ. അതായത് ഈ ക്ലയൻറ്റിലേക്ക് ഇപ്പോൾ SSL സർട്ടിഫിക്കറ്റ് എത്തിയല്ലോ, സെർവറിൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ക്ലയൻറ്റിന് കിട്ടി. ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു? ക്ലയൻറ്റ് അത് ഒരു സർട്ടിഫയിങ് അതോറിറ്റിക്ക് മുമ്പിൽ സർട്ടിഫയിങ് അതോറിറ്റിക്ക് അയച്ചു കൊടുക്കുന്നു. ഓക്കെ. ക്ലയൻറ്റിന് അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനുള്ളതില്ല, റൈറ്റ് ഇല്ല. അപ്പോൾ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു? ഈ SSL സർട്ടിഫിക്കറ്റ് നേരെ ഇത് ഇഷ്യൂ ചെയ്ത ആൾക്ക് തന്നെ, സെർവറിന് ആരാണോ ഇത് കൊടുത്തത് ആ പറയുന്ന സെർവറിനെ, അതൊരു സെർവർ തന്നെയാണ്, ആ സെർവറിനെയാണ് നമ്മൾ സർട്ടിഫയിങ് അതോറിറ്റി എന്ന് വിളിക്കുക.
ഈ സർട്ടിഫയിങ് അതോറിറ്റിക്ക് അത് പാസ് ചെയ്യും. ആ സ്റ്റെപ്പ് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. സർട്ടിഫയിങ് അതോറിറ്റി അത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ജെനുവിനെസ് പരിശോധിക്കുന്നു. അതായത് അവിടെ ഈ ഒരു ചെറുതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ നോക്കിയൊക്കെ ബ്രൗസർ ചെക്സ് ദാറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് സൈൻഡ് ബൈ സമ്മൺ യൂസർ ട്രസ്റ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ഈ ബ്രൗസർ എന്ത് ചെയ്യുന്നു, ഈ കിട്ടിയ SSL സർട്ടിഫിക്കറ്റ് നേരെ ഡിജിറ്റൽ സർട്ടിഫയിങ് അതോറിറ്റിക്ക് അത് പാസ് ചെയ്യുന്നു. സർട്ടിഫയിങ് അതോറിറ്റി അതിൻ്റെ ജെനുവിനെസ് ചെക്ക് ചെയ്യും, ഇത് വാലിഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. വാലിഡ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇഫ് വാലിഡ് ബ്രൗസർ ഇനിഷ്യേറ്റ്സ് ആൻ എൻക്രിപ്റ്റഡ് സെഷൻ. ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെങ്കിൽ ബ്രൗസർ സെർവറിന് ഒരു മെസ്സേജ് അയക്കും. അപ്പോഴേ അവരുടെ ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ജെനുവിനെസ് പരിശോധിക്കലാണ്. ഓക്കെ, ജെനുവിനാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നുള്ളൂ. മൂന്നാമത്തെ സ്റ്റെപ്പ് അയച്ചു. ഇനി അപ്പോൾ എന്താണ്, ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫയലിനുള്ള റിക്വസ്റ്റ് അയച്ചു. ഓക്കെ, അപ്പോൾ സെർവർ എന്ത് ചെയ്യുന്നു, സെർവർ ആ റിക്വസ്റ്റ് ചെയ്ത ഫയൽ ആർക്ക് അയക്കുന്നു, ക്ലയൻറ്റിലേക്ക് അയക്കുന്നു. പിന്നെ ക്ലയൻറ്റ് വീണ്ടും അയക്കുന്നു, സെർവർ അയക്കുന്നു, പിന്നെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പക്ഷേ എങ്ങനെയായിരിക്കും, ഇവിടെ ഒരു ലോക്ക് സിമ്പിൾ കണ്ടില്ലേ, ഈ കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് രണ്ടുപേർക്കും മാത്രം മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിലായിരിക്കും. അങ്ങനെയുള്ള ആ പ്രോസസ്സിനാണ് എൻക്രിപ്ഷൻ എന്ന് പറയാം. ഓക്കെ, അതാണ് ഒരു സ്റ്റെപ്പിൽ നോക്കിയാൽ സെർവർ ആൻഡ് ബ്രൗസർ എൻക്രിപ്റ്റ്സ് ഓൾ ദ ട്രാൻസ്മിറ്റഡ് ഡാറ്റ. സെർവറും ബ്രൗസറും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ട്രാൻസ്മിറ്റ് ചെയ്ത ഡാറ്റ മുഴുവനും എൻക്രിപ്റ്റഡ് ഫോമിലാണ് അയക്കുക. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി കയറിയാലും അയാൾക്ക് ഇത് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു ഹാക്കറോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇവരുടെ രണ്ടിൻ്റെ ഇടയ്ക്ക് കയറി ഈ അയക്കുന്ന മെസ്സേജ് എടുക്കാൻ നോക്കിയാലും അത് ആ തേർഡ് പാർട്ടിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കോഡഡ് ആയിരിക്കും. അങ്ങനെ കോഡഡ് ആയിട്ടുള്ള മെസ്സേജ് അയക്കുന്ന മെത്തേഡിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മൾ രണ്ട് കാര്യം അച്ചീവ് ചെയ്തു. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് ഓതൻറ്റിക്കേഷൻ എന്ന് പറയും, രണ്ടാമത്തത് സെക്യൂരിറ്റി എന്ന് പറയും. ഓതൻറ്റിക്കേഷൻ എങ്ങനെ കിട്ടിയത്, ഈ പറയുന്ന SSL സർട്ടിഫിക്കറ്റ് അയക്കലും അതിൻ്റെ പരിശോധിക്കലൊക്കെയാണ് ഓതൻറ്റിക്കേഷൻ. ഓക്കെ, ഈ സ്റ്റെപ്പ്. ഇനി സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ അയക്കുന്ന ഡാറ്റ മുഴുവൻ സേഫാണ് എന്നുള്ളത് എങ്ങനെയാണ് അറിയുന്നത്, ഇവിടെ അത് എൻക്രിപ്റ്റഡ് ഡാറ്റ അല്ലേ, എൻക്രിപ്റ്റ്സ്, അതായത് കോഡഡ് ഫോമിലാണ് ഇത് അയക്കുന്നത്. കോഡഡ് ഫോമിൽ അയക്കുക എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടിക്ക് ഇത് കിട്ടിയാലും ഒരു കാര്യമില്ല, അയക്കത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇതും വേറൊരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇതിലൊരൊറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കി റിക്വസ്റ്റ് പ്രൊട്ടക്റ്റഡ് റിസോഴ്സ്, ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുത്തു, റിസോഴ്സിനുള്ള റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ സെർവർ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്, പ്രസൻസ് സർട്ടിഫിക്കറ്റ്, ഈ സെർവറിൻ്റെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ക്ലയൻറ്റിന് പാസ് ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇവിടെ വെരിഫൈസ്, ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, ആ SSL സർട്ടിഫിക്കറ്റ് നേരെ സർട്ടിഫിക്കറ്റ് അതോറിറ്റിക്ക് പാസ് ചെയ്യും. ഇവിടെ വെച്ചിട്ട് അത് വെരിഫൈ ചെയ്തു. സെർവറിൻ്റെ SSL സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ചിട്ട് വെരിഫൈ ചെയ്തു. ഇനി നാലാമത്തെ സ്റ്റെപ്പ് നോക്ക്, ക്ലയൻറ്റ് പ്രസൻസ് സർട്ടിഫിക്കറ്റ് ടു സെർവർ. അപ്പോൾ ക്ലയൻറ്റും ജെനുവിൻ ആണ് എന്നുള്ളത് സെർവറിൻ്റെ മുമ്പിൽ തെളിയിക്കണം. അതിനുവേണ്ടി ക്ലയൻറ്റിൻ്റെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആർക്ക് അയക്കുന്നു, സെർവറിന് അയക്കുന്നു. സെർവർ എന്ത് ചെയ്യുന്നു, അത് സർട്ടിഫിക്കറ്റ് അതോറിറ്റിക്ക് അയക്കുന്നു, ഇത് ജെനുവിൻ ആണെന്ന് നോക്കി. അപ്പോൾ ക്ലയൻറ്റും സെർവറും രണ്ട് ആളും അവരുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യണം. അത് ചില കേസിലേ ഇതുള്ളൂ, മിക്കവാറും കേസിലൊക്കെ സെർവർ മാത്രമേ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ചില സ്പെഷ്യൽ കേസസിൽ എന്ത് വരും, ക്ലയൻറ്റിൻ്റെ ഓതൻറ്റിസിറ്റി അല്ലെങ്കിൽ ജെനുവിനെസ് പ്രൂവ് ചെയ്യണം SSL സർട്ടിഫിക്കറ്റിലൂടെ. ഓക്കെ, ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി സിക്സ്ത് സ്റ്റെപ്പ് നോക്കുക, ആക്സസ് പ്രൊട്ടക്റ്റഡ് റിസോഴ്സ്. അപ്പോൾ ഇവിടെ പിന്നെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. ഈ കമ്മ്യൂണിക്കേഷൻ പക്ഷേ എങ്ങനെയായിരിക്കും, ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എൻക്രിപ്റ്റഡ് ഡാറ്റ. എൻക്രിപ്ഷൻ വഴിയായിരിക്കും ഈ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് വരാം, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ടു സെർവേഴ്സ്. ഓക്കെ, അതായത് ഇതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് ഓൺലൈൻ ഷോപ്പിംഗ്. ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് സെർവേഴ്സ് ഉണ്ട്. ഒന്ന് മെർച്ചൻറ്റ് സെർവർ എന്ന് പറയും. മെർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന സൈറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ടൊക്കെ, അവരാണ് ഒന്നാമത്തെ സെർവർ. രണ്ടാമത്തെ സെർവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ട ഇതിൽ കൂടിയാണ്.
ബാങ്ക് വഴിയല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, ആ പ്രൊഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ നടത്തേണ്ടത് ബാങ്ക് വഴിയാണ്. അപ്പോൾ ബാങ്കിനൊരു സെർവർ ഉണ്ടാവും, ആ ബാങ്കിൻ്റെ സെർവറാണ് രണ്ടാമത്തെ സെർവർ. അപ്പോൾ ഈ രണ്ട് സെർവേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ പറയുന്നത്, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെയാണ് സെർവേഴ്സ്? ഒന്ന് മെർച്ചൻറ്റ് സെർവർ എന്ന് പറയും, രണ്ടാമത്തത് ബാങ്ക് സെർവർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെർവേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെർവർ ഉണ്ട്. ഈ സെർവറിനെയാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുക. എ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മെർച്ചൻറ്റ് സെർവർ ആൻഡ് ബാങ്ക് സെർവർ. മെർച്ചൻറ്റ് സെർവറിൻ്റെയും ബാങ്ക് സെർവറിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് റോളാണ് ആർക്കുള്ളത്? ഗേറ്റ്വേ, പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്ന സെർവറിനുള്ളത്. ഇനി ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലേക്ക് വരാം. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത് ഈ കാണിച്ചിട്ടുള്ളത് കസ്റ്റമറാണ്. കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. ഓക്കെ, ഓർഡർ പ്ലേസ് ചെയ്യുന്നത് എവിടേക്കാണ്? മെർച്ചൻറ്റ് സെർവറിലേക്കാണ്. അപ്പോൾ ഇതാണ് മെർച്ചൻറ്റ് സെർവർ. അപ്പോൾ ഈ പറയുന്ന റിക്വസ്റ്റ് നേരെ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോയി. ഓക്കെ, പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ് ഈ റിക്വസ്റ്റ് ജെനുവിൻ ആണോ എന്നൊക്കെ പരിശോധിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ എന്ത് ചെയ്തു? അവിടെ അതുവഴി നേരെ ബാങ്ക് സെർവറിലെത്തി. ഓക്കെ, ബാങ്ക് സെർവറിൽ നിന്ന് തിരിച്ച് കൺഫർമേഷൻ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് വരും. അതുവഴി പേയ്മെൻറ്റ് ഗേറ്റ്വേ റെസ്പോൺസ് ആർക്ക് കൊടുക്കുന്നു? ഈ സെർവറിന് കൊടുക്കുന്നു. പിന്നെ നേരെ ക്ലയൻറ്റിലേക്ക് അതിൻ്റെ റെസിപ്റ്റ് വരും. അതായത് നമ്മളിപ്പോൾ ഒരു ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമുക്ക് രണ്ട് മെസ്സേജ് വരാറുണ്ട്. ഒന്ന്, നമ്മളെ പ്രൊഡക്റ്റ് അവിടുന്ന് ഷിപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഷിപ്പ് ചെയ്യാന്ന് വെച്ചാൽ അവിടുന്ന് ഡെലിവറി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് മെർച്ചൻറ്റ് സെർവറിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ സെർവറാണ് ബാങ്ക് സെർവർ. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് വരും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അപ്പോൾ ഈ രണ്ട് റെസ്പോൺസും ആർക്ക് കിട്ടും? ഈ പറയുന്ന ക്ലയൻറ്റ് അല്ലെങ്കിൽ യൂസർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് രണ്ട് സെർവേഴ്സ് തമ്മിലാണ്, മെർച്ചൻറ്റ് സെർവറും ബാങ്ക് സെർവറും തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇത് നേരത്തെ പറഞ്ഞ ഓൺലൈൻ ഷോപ്പിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്.